മറ്റാർക്കും ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തൊരു ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഈ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നൊരു കാര്യമായതിനാൽ അവരുടെ ഓരോ നീക്കവും നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കണം. സോ മിസ്റ്റർ ദാസൻ ആൻഡ് വിജയൻ, ഗോ അഹെഡ്. ഹായ് ഗായ്സ്, വെൽക്കം ടു സൂസു വേൾഡ്. ഞാൻ നിങ്ങളുടെ മുരുകേഷാണ്. ഇന്ന് ഞാൻ സൂസുവിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോണേണ്. സെലിബ്രിറ്റി കപ്പിൾസ് അവിടെ ഓക്കെ, അവരെ ഒബ്സർവ് ചെയ്യും. ഓക്കെ ബോസ്. സൂസു ഹായ് പറ. ഹായ്, ഹലോ ഹലോ ഹലോ, ഹായ് ഹായ്. സൂസു, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? മറന്നുപോയോ? സൂസുവിൻ്റെ ഏതൊരു ആഗ്രഹവും ഞാൻ സാധിച്ചു തരുമെന്ന്. പറ, ഏതാഗ്രഹമാണ് ഞാൻ ഫസ്റ്റ് സാധിച്ചു തരേണ്ടത്? എനിക്കൊരു പച്ചമാങ്ങ തിന്നണം. സാധാരണ അങ്ങനെയല്ല, ഈ ഉപ്പിലൊക്കെ ഇട്ട് ചതച്ച് ഇട്ടിച്ച് വെള്ളം വെറുക്കില്ലേ, അത് തന്നെ. സോ ഗായ്സ്, ഞാൻ മാങ്ങ ചതച്ച് ഉപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കാൻ പോണേണ്. ഓക്കെ, സൂസ് പച്ചമാങ്ങ കഴിക്കണം. നമുക്കത് ന്യൂസാക്കിയല്ല. വാ, ന്യൂസാക്കാൻ പറ്റിയ വിഷയം. സൂസ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് പച്ചമാങ്ങ. വിജയ, അങ്ങനെ ന്യൂസ് എടുത്തിട്ട് ഭൂമിയിലല്ല. സൂസു ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഞെട്ടു. അങ്ങനെ എടുത്താൽ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ്. സുധു. സുധുവാ? ആരെടി സുധു? സുധാകരേട്ടൻ. നീ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചു തുടങ്ങിയത്? സൂസുവിൻ്റെ ഹസ്ബൻഡിനെ മുരു എന്നല്ലേ വിളിക്കുന്നത്. അപ്പം ഞാനും എടുത്തോട്ട് സുധാകരേട്ടനെ സുധു എന്നാ വിളിക്കുള്ളൂ. എന്തായാലും ആപ്പിൾ കഴിക്കും. എനിക്ക് വേണ്ട. ഇടി, നിനക്ക് ആപ്പിൾ വേണമെന്നുണ്ടല്ലോ. ഞാനിത് കട്ട് ചെയ്ത് ഞാൻ വന്നത്. എനിക്ക് മാങ്ങ ഉപ്പിലിട്ട് ചതച്ചത് മതി. സൂസു ഒക്കെ അതാ തിന്നുന്നത്. നോക്കിയേ, അവരൊക്കെ എന്ത് സിമ്പിളാന്ന്. അതൊക്കെ ചെയ്തു കൊടുക്കുന്ന സൂസുവിൻ്റെ ഭർത്താവ് മുരുവാ. ഓരോരുത്തന്മാർ പണിയില്ലാതെ ഓരോന്ന് അപ്ലോഡ് ചെയ്യും. അതൊക്കെ കാണാനായിട്ട് നിന്നെ പോലെ ഉള്ളവന്മാരും ഒക്കെ ഒരു മാങ്ങ. സൂസു ഇന്ന് ഉച്ചക്ക് കഴിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ ഞൊട്ടും. കഴിഞ്ഞ വീക്ക് അപ്ലോഡ് ചെയ്ത പ്രാങ്ക് വീഡിയോ അടിപൊളിയായിരുന്നു. താങ്ക് യു. സൂസു ചേച്ചി, ഫേസ് നല്ല ഗ്ലോ ആണല്ലോ. പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? പഴങ്കഞ്ഞി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, അതെൻ്റെ മുന്നിൽ സാധിച്ചു തന്നു. സൂസു ചേച്ചി, ഫേസ് ഗ്ലോ ആണല്ലോ, സീക്രട്ട് ഒന്ന് പറഞ്ഞു തരോ? സൂസു പറഞ്ഞു കൊടുക്കും. പറയണോ? പറ, പാവങ്ങളല്ലേ. ഓക്കെ, യൂഷ്വലി ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ഹീലിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. ഒന്നെടുത്തിട്ട് വരുമോ? സോ ഗൈസ്, എവിടെയും പോരുത്, ഞാനിപ്പോൾ തന്നെ വരാം. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിൽ എല്ലാ വുമൻസിനും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഭയങ്കര ഡ്രൈയും ഭയങ്കര ഡള്ളും ഒക്കെ ആയിരുന്നു എൻ്റെ സ്കിന്ന്. ആ സമയത്താണ് ഞാൻ ഹീലിൻ്റെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്, ഹീലിൻ്റെ ടീ ട്രീ ഓയിൽ ഫേസ് വാഷ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡെയിലി 2 times ഇത് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഇപ്പോൾ നല്ല ഗ്ലോ ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ. കമൻ്റ് എന്ത് വരുന്നുണ്ട്? വെറുതെ അല്ല സൂസുവിന് ഇത്ര സൗന്ദര്യം. ഹീലിൻ്റെ ഫേസ് വാഷ് അല്ലേ, എനിക്ക് വേണം. സുധു, വൈകിട്ട് പുറത്തൊന്ന് പോകണം കേട്ടോ, എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. സൂസുവിൻ്റെ ഫിറ്റ്നസ് രഹസ്യം എന്താണ്? ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ബോഡി ഫിറ്റ്നസിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ സുംബ ഡാൻസ് ആണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് സുംബ ഡാൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഈ സമയത്ത് എങ്ങനെയാണ് ഈ സുംബ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഡു യു വാണ്ട് ടു സീ മൈ ഡാൻസ്? ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് റോക്ക്. എൻ്റെ പള്ളി, എന്താണ് സൂസു ഡാൻസ് കളിക്കണം? സൂസുവിന് ഈ ഡാൻസ് കളിക്കിടെ എന്തെങ്കിലും പരിക്കോ മുട്ടലോ എന്തെങ്കിലും പറ്റിയോ? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി, എന്തെങ്കിലും പറ്റിക്കാണോ? കൈ അവിടെ ഇവിടെ അങ്ങനെ തട്ടിയോ? മതി, അത് മതി. സൂസുവിന് ഡാൻസ് കളിക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും പൊളി കൊടുക്കാം. ഡാൻസൊക്കെ ഉണ്ടല്ലോ, ഡാൻസൊക്കെ കളിക്കാം.
കൊച്ചിനെ കൊന്നെടുക്കോ? ദേ സൂസൊക്കെ ഡാൻസ് കളിക്കും സുധാരേട്ടാ. കളിക്ക് സുധാരേട്ടാ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന്. ബേബി വരാറായി. ഞാനേ വണ്ടി വിളിച്ചിട്ട് വരാം. സൂസു, എന്താണ് സൂസുവിന്റെ അടുത്ത ആഗ്രഹം? എനിക്കൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു, പക്ഷെ മുരു സമ്മതിക്കൂല. സൂസു പറ. ശരിയാകത്തില്ല. അപ്പോൾ എന്താ സൂസു, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ദിവസം നീ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. പറ. അതെ ആ അതെ ആ എനിക്ക് എൻ്റെ എക്സിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കണ്ടോ ഇവിടെ മുരുവിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഓക്കെ, ഞാൻ അവനെ വിളിക്കാം. പക്ഷേ എൻ്റെ നമ്പർ ഇല്ല. എൻ്റെ ഉണ്ടല്ലോ 8943446462. നിനക്കിതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടോ? എന്നാ എൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു. 73609232 അല്ലേ? അല്ല 42. മുരുവിൻ്റെ നമ്പർ അല്ലേ? മുരു എൻ്റെ അല്ലേ? ഇണ്ടല്ലോ എൻ്റെ ലിണ്ടല്ലോ. സോ ഗൈസ്, ലൈവ് ഇവിടെ അവസാനിക്കുന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ എൻ്റെ എക്സിനെ കണ്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്പർ അടിച്ചോ? ജ്യൂസ് കൊടുക്കാം. കൊടുക്കാനായിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും ഗുമ്മുള്ള സംഭവിക്കും. അപ്പം രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ജ്യൂസ് കൊടുക്കാം. ഹലോ, ഞാനേ മുരുകേഷാണ്, സുസ്മിതയുടെ ഹസ്ബൻഡ്. താൻ ഫ്രീ ആണോ? ഇല്ല, ഞാൻ കുറച്ച് ബിസിയാണ്. ആണോ? അല്ല, സൂസുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതാണ് വിളിച്ചാണ്. ബിസി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. സൂസുവിനെ കാണാനോ? പറയണ്ടേ, ഞാൻ ഇപ്പോൾ ഒരു ടാക്സി വിളിച്ചിപ്പോൾ അങ്ങ് എത്താട്ടോ. ആണോ? വരാമെന്ന് പറഞ്ഞു. Hey baby, congrats. Dude, you too. ബേബിക്ക് എന്ത് പേരിടാൻ ഉദ്ദേശിക്കുന്നത്? ആൺകൊച്ചാണെങ്കിൽ മനു, പെൺകൊച്ചാണെങ്കിൽ ഇമ. സൂസുയുടെ സജഷനാ. ബേബി നൈസ്. മുരു, ഇമ്മുന് ജ്യൂസ് എടുക്ക്. ഞാനാണോ ജ്യൂസ് എടുക്കണ്ടേ? എന്താ മുരു ഇങ്ങനെ? നമ്മുടെ വീട്ടിലൊന്നും ഗസ്റ്റില്ല, നമ്മൾ വേണ്ട കയറിയാൻ. Nice dress. You're so looking so cute. താങ്ക് യു. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാ. Oh, very nice. താങ്ക് യു. ഇതെന്ത് ജ്യൂസ്? മാംഗോ ജ്യൂസ്. ഓ, മാംഗോ ജ്യൂസ് കുടിച്ചാൽ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വരും. ലൈക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് തരാമോ? ഓഫ് കോഴ്സ്. മുരു പോയി എടുക്ക്. അവൻ്റെ ഒരു ഓറഞ്ച് ജ്യൂസ്. സൂസു, എന്ത് പറ്റി? ബേബിക്ക് മാംഗോ ജ്യൂസ് പറ്റുന്നില്ല. ഇന്നലെ ഓറഞ്ച് ജ്യൂസ് കുടിച്ച് പോയിട്ട് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, ഇനി മാംഗോ ജ്യൂസ് കുടിക്കണ്ട കേട്ടോ, ഓറഞ്ച് ജ്യൂസ് കുടിച്ചാൽ മതി. ബൈ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാറുണ്ടോ? ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇമ്മാനൊന്നുമില്ല ആരുമായിട്ട് കോൺടാക്ട് ഇല്ല. നിനക്ക് എന്താ പറ്റിയത്? ഓ, നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം ഞാൻ ആരുമായിട്ട് പിന്നെ ഇമ്മാനുവൽ ഡോണ്ട് ബി സില്ലി, ഓക്കേ? Hey babe. Thank you. ഓ, ഒരുപാട് തടിച്ചു ബേബി താൻ. ഓ, ഇമ്മാനുവൽ ട്രൈ അഗൈൻ. ബേബി ഇറങ്ങുന്നു. ഒരു ബേബി ഇറങ്ങുന്നു. സൂസു ഒന്ന് വരും. 1 മിനിറ്റ്. ഓക്കെ ബേബി. എന്താ മുരു? ഞാൻ തൊട്ടി നോക്കട്ടെ, അപ്പം അറിയാൻ അനങ്ങുമില്ലെന്ന്. അനങ്ങുന്നില്ല. ട്വിസ്റ്റ്. എന്താണ്? വമ്പൻ ട്വിസ്റ്റ്. ബോസ് നോക്ക്. അനങ്ങുന്നില്ല മുരു. ഇമ്മാനോട് ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. Oh my god, കഥ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് കയറും. മുരി തൊട്ടപ്പോൾ ബേബി അനങ്ങിയില്ല, എക്സ് തൊട്ടപ്പോൾ ബേബി അനങ്ങി. കൊച്ചിന്റെ തന്തയാര് കൊടുക്കാം. വാട്ട് ഹാപ്പൻ ബേബി? നത്തിങ്. ബേബ്, എൻ്റെ വണ്ടി പഞ്ചറായി കിടക്കുവാണ്. ലൈക്ക് ഹസ്ബൻഡിനോട് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരുപാട് ലേറ്റ് ആയി. ഇമ്മാനുവൽ വന്നല്ലേ ഉള്ളൂ, ഞാൻ ഒന്ന് കണ്ടോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം.
ഇമ്മ മനു മനു ഇമ്മ. ബേബ് ഞാൻ ഒരുപാട് ലേറ്റ് ആയി, അതുകൊണ്ടാണ്. ഒരു ഇമ്മാനുവലിന് പോണെന്ന് പറയുന്നു, ഒന്ന് കൊണ്ടേക്കാവോ? അവളൊരു ഇമ്മാനുവൽ. ഇമ്മാനു ഇമ്മാനു ഇമ്മാനുവൽ. പോവാ. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യില്ലേ? ഡ്രോപ്പ് ചെയ്യും. എന്തേ പോണ്ടേ? വാ ഫ്രണ്ടിലടക്ക്. ബോസേ ആ കൊച്ചു സീനാണോ? നീ ഇപ്പം എന്ത് ചെയ്യാനാ? പെയിൻ വന്നു തുടങ്ങി തോന്നേ. ബോസ് ഒരു കാര്യം ചെയ്യ്, കാർ എടുക്ക്, നമുക്ക് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോൾ എടോ താനിത് എവിടെ പോയി കിടക്കുമായിരുന്നു? എന്തേ? അല്ല ആ സമയത്ത് ഫോണും പിടിച്ച് അവിടെ പുറകെ നടക്കുന്നതാണല്ലോ. ആ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു. അതെ ഞങ്ങളോട് ഉടക്കാൻ നിൽക്കില്ല കേട്ടോ, ഓൺലൈൻ മീഡിയക്കാരെ എടുത്ത് പൊങ്കാലായിട്ടുള്ള. കാരണം എൻ്റെ ഭാര്യ കാണിച്ചിട്ടുണ്ട് നിന്നെയൊക്കെ. പിന്നല്ല ഫോൺ കോള്. ഹലോ, ബോംബ് ഫിഷിനെയോ? ആന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സൂസുവിൻ്റെ പ്രസവത്തിനിടയില്ല, അവൻ്റെ ഒടുക്കത്തൊരു ബോംബ് ഫിഷിന്. സൂസുവിൻ്റെ വെച്ചല്ലേ കൊച്ചിനേതാ? എന്ത് വെച്ചാ? ആൺകുട്ടിയാ റിപ്പോർട്ട് ചെയ്തോ? മുരു നിന്നെപ്പോലെ തന്നെ ഉണ്ടടാ. മുരുകേഷ്, കുട്ടിയുമായുള്ള ആദ്യ നിമിഷങ്ങളൊന്ന് ലൈവ് പോകാൻ സൂസ് ഫോൺ ചോദിക്കുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. ഓ താങ്ക് യു. താങ്ക് യു ഞങ്ങൾ അങ്ങോട്ടാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ സൂസുവിൻ്റെ ഈ പ്രസവം കാരണം ഞങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് ഒന്ന് കൂടിയതേ. നമ്മളൊന്ന് ഇറങ്ങിക്കോ, അത്യാവശ്യം ഡൽഹി വരെയാണ് പോകണമായിരുന്നു. എന്ത് പറ്റി? അവിടെ ഒരു ക്രിക്കറ്ററിൻ്റെ ഭാര്യ പ്രസവിച്ചു. അപ്പോൾ നമുക്ക് ഈ തിരക്കാണ് ആ പ്രസവം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളെങ്കിലും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണേ. കൊള്ളാം. ഒന്ന് വിട്ടേക്കോ. മിസ്റ്റർ മുരുകേഷ്, നിങ്ങളുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ പ്ലാനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല അതിപ്പോൾ ഉടനെ സൂസു മുരുകേഷ് ദമ്പതികളുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ പ്ലാനിങ് ഉടനെ.